ദിവ്യ ഇഷ്ടമെന്നുമേ എന്നുടെ ജീവിതത്തിനാശയേ. നാളെന്നും ക്രൂശെടുത്തു ഞാൻ താതനിഷ്ടം നിറവേറ്റുമേ. ഞാൻ പിന്തുടർന്നിടും, ഞാൻ പിൻഗമിച്ചിടും എന്നുടെ ജീവിതയാത്രയിൽ. ഈ വരൂപിൽ ചൂടതേക്കുമ്പോൾ കഞ്ചിറകനിക്കു വിശ്രമം. ഈ വരൂപിൽ ചൂടതേക്കുമ്പോൾ കഞ്ചിറകനിക്കു വിശ്രമം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 30-ാം സങ്കീർത്തനം 6-ാം വാക്യം. ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. സുഖകാലം ദൈവപ്രസാദത്തിൻ്റെ സമയമായി കാണുന്നവരുണ്ട്. എന്നാൽ ഈ കാലത്ത് പലപ്പോഴും ദൈവമുഖം മറയ്ക്കപ്പെടുന്നത് ജീവിതത്തെ ഭ്രമിപ്പിക്കുവാനിടയാക്കും. പ്രശാന്തത പലപ്പോഴും പ്രലോഭനത്തിന് ഇട നൽകും. ശാന്ത സമുദ്രത്തിലാണ് കപ്പൽ വെള്ളം നിറഞ്ഞ് മുങ്ങുന്നത്. എല്ലാറ്റിനും പരിവർത്തനമുണ്ട്. ഇന്ന് എന്തെങ്കിലും ലഭിച്ചെങ്കിൽ ദൈവകൃപയാൽ ലഭിച്ചതാണെന്നുള്ള ഓർമ്മയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ദാവീദിൻ്റെ ജീവിതത്തിലെ എല്ലാം ഭദ്രമെന്ന് തോന്നിയപ്പോഴാണ് തൻ്റെ ജനത്തെ എണ്ണി നോക്കുവാൻ ഉള്ള ആഗ്രഹത്തിലൂടെ പാപത്തിലേക്ക് വീഴുന്നത്. അതിലൂടെ ദാവീദിൻ്റെ രാജ്യം പ്രതികൂലത്തിലേക്ക് നീങ്ങുന്നതായി വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണ് എന്ന ബോധ്യതയോടെ ദിനംപ്രതി ജീവിക്കുവാൻ നമുക്ക് ഇടവരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കൃപയിൽ ദിനംപ്രതി ജീവിക്കുവാൻ എന്നെ ശക്തീകരിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.